നമസ്കാരം. ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ കലാപഠനം രണ്ടാമത്തെ സെമസ്റ്ററിൽ ഒന്നാമത്തെ യൂണിറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കുട്ടികളുടെ ചിത്രരചന. എന്തൊക്കെയാണ് കുട്ടികളുടെ ചിത്രത്തിൻ്റെ പ്രത്യേകതകൾ? കുട്ടികൾ എങ്ങനെയൊക്കെയാണ് ചിത്രരചന എന്ന് പറയുന്നൊരു മാധ്യമത്തെ സമീപിക്കുക? അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാബ്ലോ പിക്കാസോയെയും അദ്ദേഹത്തിൻ്റെ ഗോർണിക്ക എന്ന് പറഞ്ഞ ചിത്രത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. പാബ്ലോ പിക്കാസോ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അദ്ദേഹം അത് പാരീസിൽ നടന്ന ഒരു കുട്ടികളുടെ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിക്കലും കുട്ടികളെ പോലെ വരച്ചിരുന്നില്ല. ഞാൻ ആദ്യമായി വരയ്ക്കാൻ ശ്രമിച്ചത് ഹെർക്കുലീസിന്റെ ഒരു പ്രതിമയാണ്. ഞാൻ വരച്ചു തീരുമ്പോൾ അത് ഹെർക്കുലീസിന്റെ പ്രതിമയുടെ പകർപ്പായിരുന്നില്ല, അത് ഹെർക്കുലീസ് തന്നെയായിരുന്നു. എൻ്റെ 15-ാമത്തെ വയസ്സിൽ ഞാൻ റാഫേലിനെയും ടീഷ്യനെയും ഒക്കെ പോലെ ചിത്രം വരച്ചിരുന്നു. എന്നാൽ കുട്ടികളെ പോലെ ചിത്രം വരയ്ക്കാൻ എനിക്ക് എൻ്റെ 60 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു. പിക്കാസോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. പിക്കാസോ ഇതിലൂടെ മുൻപോട്ട് വെക്കുന്ന ഒരു ആശയം, താൻ 15-ാമത്തെ വയസ്സിൽ അന്നുണ്ടായിരുന്നതിൽ ഏറ്റവും മാസ്റ്റേഴ്സായിട്ട് അറിയപ്പെടുന്ന റാഫേലിനെയും ടീഷ്യനെയും പോലെയൊക്കെ വരയ്ക്കുമായിരുന്നു. പക്ഷേ കുട്ടികളെ പോലെ വരയ്ക്കുന്നതിന് 60 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ എന്താണ് ഈ 60 വയസ്സ് വരെ പാബ്ലോ പിക്കാസോയ്ക്ക് കുട്ടികളെ പോലെ വരയ്ക്കാൻ കാത്തിരിക്കേണ്ടി വന്നത് എന്നതാണ് കലാലോകത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ പിക്കാസോ ഉദ്ദേശിച്ചത് കുട്ടികളുടെ ചിത്രം, അതിന് ചില പ്രത്യേകതകളുണ്ട്. ആ കുട്ടികളുടെ ചിത്രത്തിൻ്റെ പ്രത്യേകത അവനവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ കൊണ്ട് അവൻ സ്വയം രൂപപ്പെടുത്തുന്നതാണ്. അതിന് സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. ഔപചാരികമായി ചിത്രകല പഠിച്ച ഒരു ചിത്രകാരന് അത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം ഉപയോഗിക്കാനാവില്ല. കാരണം ചിത്രം വരയ്ക്കുന്നതിൻ്റെ പ്രാഥമിക നിയമങ്ങൾ, അതിൻ്റെ കോമ്പോസിഷനുകൾ, കളർ കോമ്പിനേഷൻ തുടങ്ങി ഒട്ടേറെ നിയമങ്ങളാൽ ബന്ധിതമാണ് ഒരു ചിത്രകാരൻ്റെ മനസ്സ്. പക്ഷേ കുട്ടികളുടെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു ബന്ധനങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ സർവ്വസ്വതന്ത്രമായി രചനയെ സമീപിക്കാനും രചന നടത്താനും കുട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. കാരണം അവന് ഒരു പ്രാപഞ്ചിക നിയമങ്ങളും ചിത്രകലയുമായി ബന്ധപ്പെട്ട ഒരു നിയമങ്ങളും കുട്ടിയെ ബാധിക്കില്ല എന്നുകൊണ്ടാണ് കുട്ടി അത് പഠിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും കുട്ടികളുടെ ചിത്രകലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അത് അവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് എന്നതാണ്. അതാണ് പാബ്ലോ പിക്കാസോ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ചിത്രകാരൻ തൻ്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത്. ഇന്ത്യൻ ചിത്രകലയെ അല്ലെങ്കിൽ ലോക ചിത്രകലയെ തന്നെ വിസ്മരിപ്പിച്ച ഒരു പ്രതിഭ മലയാളത്തിലുണ്ട്. ആ പ്രതിഭയുടെ പേര് തോമസ് എഡ്മണ്ട് ക്ലിൻറ്റ് എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. MD ജോസഫിൻ്റെയും ചിന്നമ്മ ജോസഫിൻ്റെയും മകനായ ക്ലിൻറ്റ് തൻ്റെ ഹ്രസ്വമായ കേവലം 7 വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്നൊരു പ്രതിഭയായിരുന്നു ക്ലിൻറ്റ്. 1983 ക്ലിൻറ്റ് മരിച്ചുപോയി. അപ്പോൾ തന്റെ ഹ്രസ്വമായ വെറും 7 വർഷത്തെ ഭൗതിക ജീവിതത്തിൽ 25,000-ലേറെ ചിത്രങ്ങൾ ക്ലിൻറ്റ് വരച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ക്ലിൻറ്റിന്റെ മാതാപിതാക്കൾ ആ വർക്കുകൾ സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് നിരവധി പ്രദർശനങ്ങളൊക്കെ നടത്തുകയും ചെയ്തപ്പോഴത്തേക്കാണ് ക്ലിൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രതിഭയെക്കുറിച്ച് ലോകം അറിഞ്ഞത്. ക്ലിൻറ്റിന്റെ വരയുടെ പ്രത്യേകത നമ്മളൊന്ന് ആലോചിച്ചാൽ യഥാർത്ഥത്തിൽ ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒന്നതാണ്. നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് പാബ്ലോ പിക്കാസോയുടെ വാക്കുകളും ക്ലിൻറ്റിന്റെ ചിത്രങ്ങളും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു പഠനത്തിനാണ്. ഈ ക്ലിൻറ്റിന്റെ ചിത്രങ്ങളുടെ പ്രത്യേകത, ക്ലിൻറ്റ് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും വരച്ചിട്ടുണ്ടെന്നുള്ളത്. അതിനെക്കുറിച്ച് ക്ലിൻറ്റിന്റെ അമ്മ പറഞ്ഞത്, ചെറിയ പ്രായത്തിൽ ഒരുപക്ഷെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ പ്രായത്തിലൊക്കെ ക്ലിൻറ്റിനെ അമ്മ മടിയിൽ പിടിച്ചിരുത്തുകയും കുട്ടികൾക്ക് ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ആ കഥകളിൽ ഗണപതി കടന്നു വരുന്നുണ്ട്, വലിയ സിംഹവും കടുവയും ഒക്കെ കടന്നു വരുന്നുണ്ട്, തെയ്യങ്ങളും ഉത്സവങ്ങളും ആനകളും ഒക്കെ കടന്നു വരുന്ന കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും കുട്ടിയെ നിരന്തരം കാഴ്ചകൾ കാണിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ കാഴ്ചകളുടെ സ്വാംശീകരണവും ഈ കേൾവിയുടെ സ്വാംശീകരണവുമാണ് തോമസ് എഡ്മണ്ട് ക്ലിൻറ്റ് തൻ്റെ ചിത്രങ്ങളിലൂടെ പ്രകടിപ്പിച്ചത്. അത് നമ്മൾ ഈ പറഞ്ഞ പ്രാദേശിക നിയമങ്ങൾക്കൊന്നും അനുസരിച്ചുള്ള ചിത്രങ്ങളൊന്നും ആയിരുന്നില്ല. ഒരു കുട്ടി തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും മനോഹരമായി തനിക്ക് കിട്ടിയ മീഡിയം ഉപയോഗിച്ച് വിഷ്വലൈസ് ചെയ്യുകയാണ് ക്ലിൻറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിൻറ്റിൻ്റെ ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ആവർത്തിച്ച് കാണേണ്ട ഒന്നാണ്. കുട്ടികളുടെ ചിത്രങ്ങൾ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നാണ് തോമസ് എഡ്മണ്ട് ക്ലിൻറ്റിൻ്റെ ചിത്രങ്ങൾ. തോമസ് എഡ്മണ്ട് ക്ലിൻറ്റിൻ്റെ ചിത്രങ്ങളിൽ പാബ്ലോ പിക്കാസോയുടെ വാക്കുകൾ എത്രത്തോളം പ്രായോഗികമാകുന്നു എന്ന് പറഞ്ഞാൽ, ഞാനൊരിക്കലും കുട്ടികളെ പോലെ വരച്ചിരുന്നില്ല, കുട്ടികളെ പോലെ വരയ്ക്കാൻ എനിക്ക് 60 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു എന്ന പിക്കാസോയുടെ വാക്കുകൾ ക്ലിൻറ്റിന്റെ ചിത്രങ്ങളിലെ
ചിത്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ നമ്മൾക്ക് കുട്ടികളുടെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രാഥമിക ധാരണകൾ ഉണ്ടാക്കാൻ പറ്റും. എന്തൊക്കെയായിരിക്കാം കുട്ടികളുടെ ചിത്രങ്ങളുടെ പ്രത്യേകത? അതിലൊന്നാമത്തേതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സ്വാഭാവികമായ രചനയാണ്. കുട്ടികളുടെ ചിത്രങ്ങൾ അവൻ്റെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. അതിൽ സ്വാഭാവികത കൂടുതലായിരിക്കും. ഒരിക്കലൊരു കുട്ടിയുടെ ചിത്രം കണ്ടിരുന്നു. ഒരു മനുഷ്യൻ ഇടത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. അയാളുടെ പിറകിൽ കുറച്ച് ചുവന്ന നിറം കിടപ്പുണ്ട്. അപ്പോൾ കുട്ടിയോട് ചോദിക്കുന്നത് എന്താണ് ഈ പിറകിലത്തെ ചുവന്ന നിറം എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് അയാൾ വായിൽ മുറുക്കാനിട്ട് ചവയ്ക്കുന്നതായിരുന്നു. അയാൾ ഒന്ന് പിറകിലേക്ക് തിരിഞ്ഞ് തുപ്പിയതാണ്, ആ പാടാണ്. തീർത്തും സ്വാഭാവികമാണ്. രണ്ടാമത്തത് സ്വതന്ത്രമായും നിർഭയമായുമുള്ള ഇടപെടലാണ്. സ്വതന്ത്രമായും നിർഭയവുമായുള്ള ഇടപെടൽ. ഒരിക്കലൊരു കുട്ടിയുടെ ചിത്രം പരിശോധിക്കുമ്പോൾ അതിൽ കണ്ട രസകരമായൊരു കാഴ്ച, മനോഹരമായി ചെയ്ത ചിത്രമാണ്. മുകളിൽ ആകാശമുണ്ട്, വെളുത്ത മേഘങ്ങളുണ്ട്, താഴെ ഒരു പച്ചപ്പുല്ല് വിരിച്ച പരവതാനി പോലെ പുൽത്തകിടിയുണ്ട്, അതിൽ വീടുകൾ നിൽപ്പുണ്ട്. ഏറ്റവും താഴെയായി മനോഹരമായൊരു നദി ഒഴുകുന്നുണ്ട്, അതിൽ വർണ്ണ മത്സ്യങ്ങൾ ഓടിക്കളിക്കുന്നുണ്ട്. പക്ഷെ അത്ഭുതപ്പെടുത്തിയത് ഈ നദിയുടെ നടുക്കായി ഓറഞ്ച് നിറത്തിൽ ഒരു സൂര്യനെ വരച്ചിരിക്കുന്നു. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ആ കുട്ടിയെ പരിഹസിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് സൂര്യൻ വെള്ളത്തിൽ വീണു, ഇപ്പോൾ നദിക്ക് തീ പിടിക്കും, മീനുകൾ ചത്തുവോ എന്നൊക്കെ ബാക്കി കുട്ടികൾക്ക് അഭിപ്രായം പറഞ്ഞ് ഓർക്കുന്നുണ്ട്. പക്ഷേ കുട്ടി പറഞ്ഞ അഭിപ്രായം, നമ്മൾ ഭൂമിയിൽ നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോഴാണ് ആകാശവും ആകാശത്തിന് താഴെയായി സൂര്യനെയും കാണുന്നത്. നമ്മൾ കുറച്ചുകൂടെ സഞ്ചരിച്ച് ആ സൂര്യൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയി നിന്നിട്ട്, അല്ലെങ്കിൽ ആകാശത്തിൽ നിന്നിട്ട് താഴേക്ക് നോക്കിയാൽ താഴെ സൂര്യനും സൂര്യൻ്റെ പിന്നിൽ നദിയുമൊക്കെ കണ്ടുകൂടെ? വളരെ കൃത്യമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിലൂടെ കുട്ടിയെ മുൻപോട്ട് വെക്കുന്ന ആശയം, എനിക്ക് എവിടെ നിന്ന് കാണാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ആ കാണുന്നതിനെ എനിക്ക് ഇഷ്ടം പോലെ വരയ്ക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരിക്കലും ചിത്രകാരൻ അങ്ങനെ വരയ്ക്കാൻ ശ്രമിക്കില്ല. കാരണം അവൻ്റെ ഉള്ളിൽ ഭയമുണ്ട്. താൻ പഠിച്ച തിയറികൾ തെറ്റും, തൻ്റെ കോമ്പോസിഷനെ ബാധിക്കും, തൻ്റെ മാർക്കറ്റിനെ ബാധിക്കും. പക്ഷെ കുട്ടിക്ക് അതൊന്നുമില്ല. കുട്ടി വളരെ നിർഭയമായി ഇടപെടും, സ്വതന്ത്രമായി ഇടപെടും. അപ്പോൾ കുട്ടിയുടെ ചിത്രത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത സ്വതന്ത്രമായും നിർഭയവുമായുള്ള ഇടപെടലാണ്. മൂന്നാമത്തേത് സ്വന്തം കാഴ്ചകളെ തനിക്കിഷ്ടമുള്ള രീതിയിൽ ആവിഷ്കരിക്കുക. ചെറിയ കുട്ടികളോട് ഒരു വീട് വരയ്ക്കാൻ പറഞ്ഞാൽ അവൻ വീട് മാത്രം വരച്ച് നിർത്തില്ല. വീട് വരയ്ക്കും, വീടിൻ്റെ ഉള്ളിൽ സെൻട്രൽ ഹാൾ വരയ്ക്കും. നമുക്കറിയാതെ പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ അത് വരയ്ക്കും. ചേട്ടൻ്റെ മുറി മേളിലാണെങ്കിൽ അത് വരയ്ക്കും. അതിൻ്റെ ഭിത്തിയിൽ വരച്ച ചിത്രങ്ങൾ പോലും വരയ്ക്കും. അടുക്കള വരയ്ക്കും, അടുക്കളയിലെ പ്രഷർ കുക്കർ വരയ്ക്കും. നമുക്കറിയാം പുറത്ത് ഭിത്തിയുണ്ട്, നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ കുട്ടിക്കറിയാം ഭിത്തിയുണ്ട്, പക്ഷെ എന്നാലും ഇതിനകത്തുണ്ട്. താൻ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്, താൻ ആസ്വദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും സ്വന്തം കാഴ്ചകളെ അവൻ ഇഷ്ടമുള്ള രീതിയിൽ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം കുട്ടിക്കുണ്ട്. നാലാമത്തേത് ആസ്വാദനത്തിൻ്റെ പുനരാവിഷ്കാരമാണ്. അവൻ കാണുമ്പോൾ അവൻ എന്താണോ ആസ്വദിച്ചത് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പൂർണ്ണമായും കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. താൻ കണ്ട കാഴ്ചകളെ താൻ എൻ്റെ ആസ്വാദനത്തിൻ്റെ പുനരാവിഷ്കാരമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രാപഞ്ചിക നിയമങ്ങളൊന്നും കുട്ടിക്ക് ബാധകമാവണം എന്നില്ല. അഞ്ചാമത്തേത് ചിന്തകൾക്ക് പ്രാധാന്യമുള്ള സൃഷ്ടിപരതയാണ്. ഒരു ചിത്രം ചെയ്യുന്നതിന് മുൻപ് കുട്ടിയുടെ ബോധമണ്ഡലത്തിൽ അവൻ്റെ തലച്ചോറിലൊരു തോട്ട് പ്രോസസ്സ് നടക്കും. എങ്ങനെയാണ് താനിത് ചിത്രീകരിക്കേണ്ടതെന്ന്. അവന് അക്കാര്യത്തിൽ വളരെ സ്വാതന്ത്ര്യം ഉണ്ടാവുകയും അവൻ അതിൻ്റെ സാങ്കേതികത്വങ്ങളെല്ലാം മറന്ന് വർക്ക് ചെയ്യുകയും ചെയ്യും. ഒരു കുട്ടി വരച്ച ചിത്രത്തിൻ്റെ നടുക്കായിട്ട് ഒരു വര, ഒരു ഹോറിസോണ്ടൽ ലൈൻ, അതിൽ വെറും പൊട്ടുപോലെ ഇങ്ങനെ ഒരു ട്രെയിൻ പോകുന്നു. നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ പുക മാത്രം ഇങ്ങനെ കറുത്ത് വലുതായിട്ട് വരച്ചിട്ടിരിക്കുന്നു. കുട്ടി കണ്ട കാഴ്ചയാണ്. കുട്ടിയോട് സംസാരിക്കുമ്പോൾ കുട്ടി പറയുന്നത് അത്രയും ദൂരത്ത് ട്രെയിൻ പോകുമ്പോൾ ട്രെയിൻ കാണാനേ ഉണ്ടാവും, ഈ പുക മാത്രമേ ഉണ്ടാവും കാണാൻ. കുട്ടിയുടെ ഉള്ളിൽ ട്രെയിൻ എന്ന് പറഞ്ഞ ഇമേജ് പിറകിലേക്ക് പറക്കുന്ന ശക്തിയുള്ളൊരു പുകയായി രൂപപ്പെട്ടു. അപ്പോൾ ചിന്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആറാമത്തേത് സാങ്കേതികത, രേഖ, വർണ്ണപ്രയോഗ സിദ്ധാന്തങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമല്ലാത്ത ചിത്രങ്ങൾ. സാങ്കേതികത്വത്തിൽ കുട്ടി വിശ്വസിക്കുന്നില്ല. രേഖകളുടെയോ വരകളുടെയോ വർണ്ണപ്രയോഗങ്ങളുടെയോ നിബന്ധനകളൊന്നും കുട്ടി പാലിക്കുന്നില്ല. കുട്ടിക്ക് അറിയില്ല. ഈ സിദ്ധാന്തങ്ങളിലൊന്നും അധിഷ്ഠിതമല്ലാത്ത തീർത്തും സ്വതന്ത്രമായ രചനയാണ് കുട്ടി. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടി ചിലപ്പോൾ ആകാശത്തിന് പച്ച നിറമടിക്കും. അവൻ്റെ ആകാശത്തിന് അവനിഷ്ടം വയലറ്റ് നിറമാണെങ്കിൽ അത് ചെയ്യും. നമ്മൾ ചുവന്ന പൂക്കൾ വരയ്ക്കുന്ന സ്ഥാനത്ത് ചിലപ്പോൾ കുട്ടി പച്ച പൂക്കൾ വരയ്ക്കും. നമ്മൾ തറയിൽ ബ്രൗൺ കളർ വാഷ് ചെയ്യുമ്പോൾ
അവൻ ചിലപ്പോൾ കറുപ്പോ നീലയോ ഉപയോഗിക്കും. അവൻ്റെ ഉള്ളിലുണ്ടായ ഒരാശയത്തെ, ഒരു കാഴ്ചയെ, അതിൻ്റെ ആസ്വാദനത്തിന് ശേഷം ഉണ്ടാകുന്ന അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ഇമേജിനെ ഒരു നിബന്ധനകൾക്കും നിയമങ്ങൾക്കും ബാധകമല്ലാത്ത രീതിയിൽ കുട്ടി പുനരാവിഷ്കരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികളുടെ ചിത്രത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളുടെ പ്രത്യേകതകളായിട്ട് പറയുന്നത്. ഒന്ന് ആവർത്തിക്കാം. സ്വാഭാവികമായ രചന, സ്വതന്ത്രമായും നിർഭയവുമായുള്ള ഇടപെടൽ, സ്വന്തം കാഴ്ചകളെ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആവിഷ്കരിക്കൽ, ആസ്വാദനത്തിൻ്റെ പുനരാവിഷ്കാരം, ചിന്തകൾക്ക് പ്രാധാന്യമുള്ള സൃഷ്ടിപരത, സാങ്കേതികത, രേഖ, വർണ്ണപ്രയോഗ സിദ്ധാന്തങ്ങളിൽ അധിഷ്ഠിതമല്ലാത്ത ചിത്രങ്ങൾ. ഇതാണ് കുട്ടികളുടെ ചിത്രത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ് മുറിയിൽ കുട്ടികളുടെ ചിത്രകലയുമായി ബന്ധപ്പെട്ട കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഇടപെടാനാവുക? ഇത് പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ക്ലാസ് മുറിയിൽ ചിത്രകലയുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ, അവരുടെ കഴിവുകൾക്ക് കൂടുതൽ വളർച്ചയുണ്ടാവാൻ നമ്മൾ എന്തൊക്കെ ഇടപെടലാണ് ക്ലാസ് മുറിയിൽ നടത്തേണ്ടി വരിക? അത് എത്രത്തോളം പോസിറ്റീവ് ആയിരിക്കണം? കുട്ടിയുടെ ഉള്ളിലുള്ള ചിത്രകലയെ നശിപ്പിക്കാതെ എങ്ങനെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കുട്ടികളുടെ ചിത്രങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കും? ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. കുട്ടികളുടെ ചിത്രങ്ങൾക്ക് ഒരു സാർവലൗകികമായ ഭാഷ സഹജമായിട്ട് ഒരു 3 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് മനഃശാസ്ത്രജ്ഞന്മാർ ശൈശവ ബാല്യ കാലഘട്ടം എന്ന് പറയുന്നത്. നിരവധി വ്യക്തികളുമായും നിരവധി വസ്തുക്കളുമായും സംഭവങ്ങളുമായും അവൻ്റെ തന്നെ പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ആ സമയത്ത് അവൻ വലിയ ഇൻറ്ററാക്ഷൻസ് നടന്നൊരു സമയമാണ്. ഈ ബന്ധങ്ങളിൽ നിന്ന് അവൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ചില ദൃശ്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ആ ദൃശ്യങ്ങളാണ് കുട്ടി ചിത്രങ്ങളായിട്ട് പുനരാവിഷ്കരിക്കുന്നത്. ആ ചിത്രങ്ങൾ കണ്ടാൽ അറിയാം അവൻ്റെ വീടും പരിസരവും എങ്ങനെയാണ്, അവൻ്റെ കൂട്ടുകാരെങ്ങനെയാണ്. അപ്പോൾ അവൻ്റെ ചിത്രങ്ങളിൽ നിന്ന് ആ ചിത്രത്തിലൂടെ അവൻ എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവൻ്റെ വീട്, അയൽപക്കം, കൂട്ടുകാർ, അവൻ കണ്ടിട്ടുള്ള സംഭവങ്ങൾ, ഉത്സവങ്ങൾ, കാഴ്ചകൾ, ഇതൊക്കെ അവൻ പുനരാവിഷ്കരിക്കും. അപ്പോൾ നിരന്തരമായ ചോദ്യങ്ങളിലൂടെ, സംഭാഷണങ്ങളിലൂടെ, ചിത്രക്കാഴ്ചകളിലൂടെ കുട്ടിയുടെ സർഗാത്മക മേഖല നമുക്ക് തിരിച്ചറിയാനാവണം. സാധാരണ പരിചിത രൂപങ്ങളിലൂടെ പ്രതലം നിറയ്ക്കാൻ ശ്രമിക്കുന്ന കുട്ടികളെ ഏക വസ്തുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. നമുക്കറിയാം, നമ്മൾ കുട്ടികളോട് അവൻ്റെ വീട് വരയ്ക്കാൻ പറഞ്ഞാൽ കുട്ടി വീട് മാത്രമായിരിക്കില്ല വരയ്ക്കുക. വീടും ആ വീടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളും വീടിൻ്റെ പുറത്തുള്ള ചെടികളും അതിന് ചുറ്റുമുള്ള മരങ്ങളും ആ ചുറ്റുമതിലും ഒരുപക്ഷെ ആ വീടിൻ്റെ പരിസരത്തൊക്കെ അവൻ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അതൊക്കെ അവനവൻ്റെ കാഴ്ചയുടെ ഭാഗമായി വരച്ചു ചേർക്കും. കുട്ടികൾ സ്ഥൂലമായി കാഴ്ചകൾ കാണുന്നവരാണ്. ഒരു വസ്തുവിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അപ്പോൾ ചിത്രകലയുടെ പരിപോഷണത്തിന് ഈ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. ഓരോ ഒബ്ജക്റ്റുകളും പരമാവധി ഡീറ്റെയിൽ ആയിട്ട് നിരീക്ഷിച്ച് അവൻ്റെ കാഴ്ചയിൽ അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് പുനരാവിഷ്കരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ക്ലാസ് മുറിയിൽ നൽകണം. ആ കുട്ടിയുടെ ദൃശ്യസ്ഥലപര ബുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ചിത്രരചനയ്ക്കും നിറം കൊടുക്കലിനും ഒക്കെ വലിയ പങ്കുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ കുട്ടിയുടെ ദൃശ്യസ്ഥലപര ബുദ്ധിയെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നിറം കൊടുക്കാനുള്ള ക്രയോൺസ്, പേസ്റ്റൽസ്, പെൻസില്, ചാർക്കോൾ പോലെയുള്ള ഉപകരണങ്ങൾ പരിചയപ്പെടാനും ക്ലാസ് മുറിയിൽ അത് ഉപയോഗിക്കാനുമുള്ള അവസരം കുട്ടിക്കുണ്ടാവണം. അതിനോടൊപ്പം നിരന്തരം ചിത്രം കാണാനുള്ള അവസരം കുട്ടിക്കുണ്ടായിക്കോട്ടെ. കുട്ടികൾ വരച്ചതും മുതിർന്നവർ വരച്ചതുമായിട്ടുള്ള ചിത്രങ്ങൾ നിരന്തരം കാണിച്ചു കൊടുക്കുക. ഇത്തരം പ്രവർത്തനങ്ങൾ ക്ലാസ് മുറിയിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും കുട്ടിയുടെ ചിത്രം വരയ്ക്കാനുള്ള കഴിവ് വർദ്ധിക്കും. അപ്പോൾ കുട്ടിയുടെ ചിത്രരചന നിന്നു പോകുന്ന ചില കാലഘട്ടമുണ്ട്, അത് ഞാൻ പറയാം. അത് പലപ്പോഴും ഈ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് വരുന്ന അവസരത്തിലാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ചിത്രങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പലപ്പോഴും നമുക്ക് ക്ലാസ് മുറികളിൽ സംഭവിക്കുക, കുട്ടി വരച്ച ചിത്രത്തെ മുതിർന്നവർ വരച്ച ചിത്രവുമായി നമ്മൾ ഒരു താരതമ്യ പഠനം നടത്താൻ ശ്രമിക്കും. അല്ലെങ്കിൽ കുട്ടി വരച്ച ഒരു ഒബ്ജക്റ്റിനെ യഥാർത്ഥ ഒബ്ജക്റ്റുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തിട്ട് യഥാർത്ഥത്തിലിരിക്കുന്ന പോലെ അല്ലല്ലോ ഇതിരിക്കുന്നത് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് വരയിലുള്ള താല്പര്യം നഷ്ടപ്പെടും. യഥാർത്ഥത്തിൽ കുട്ടിയുടെ പണി ഒരു വസ്തുവിൻ്റെ, ഒരു സംഭവത്തിൻ്റെ പകർപ്പെടുക്കലല്ല, പകരം അവൻ കാണുന്ന കാഴ്ചകളുടെ സ്വതന്ത്രമായ പുനരാഖ്യാനമാണ് അവൻ്റെ ചിത്രമെന്ന് നമ്മൾക്ക് ബോധമുണ്ടാവുകയും ആ രീതിയിൽ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കുട്ടിയുടെ ചിത്രങ്ങൾ വിലയിരുത്തുമ്പോൾ ഗുണാത്മകമായി മാത്രം വിലയിരുത്തുക. കുട്ടിയുടെ ചിത്രത്തിൻ്റെ നന്മകൾ മാത്രം നമ്മൾ വിലയിരുത്തിയാൽ മതിയാകും. ഈ വിലയിരുത്താനുള്ള സൂചകങ്ങൾ കുട്ടികളിൽ നിന്ന് തന്നെ രൂപപ്പെടുകയും വേണം. കുട്ടിയുടെ ചിത്രത്തെ വിലയിരുത്താനുള്ള ക്രൈറ്റീരിയ, അതിൻ്റെ
വിലയിരുത്തൽ സൂചകങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നതല്ല, അത് കുട്ടിയിൽ നിന്ന് സ്വാഭാവികമായി രൂപപ്പെടുന്നതായിരിക്കണം. അതിന് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ വിലയിരുത്തൽ എന്നത് ക്ലാസ് മുറിയിൽ പഠന പ്രവർത്തനമായി നടക്കണം. അങ്ങനെയാകുമ്പോൾ അത്തരം വിലയിരുത്തൽ സാധ്യമാകും. വിലയിരുത്തൽ സൂചകങ്ങൾ കുട്ടികളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കണം. അതിനോടൊപ്പം നമുക്ക് വേറെന്തൊക്കെ ചെയ്യാം? കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം നടത്താം. കുട്ടികൾക്ക് സ്വയം വിലയിരുത്താനും പരസ്പരം വിലയിരുത്താനുള്ള അവസരം ഉണ്ടാക്കാം. വിലയിരുത്തലിന് ശേഷം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാം. വരച്ച കുട്ടികളെ നമുക്ക് സമ്മാനങ്ങൾ നൽകാം, അഭിനന്ദിക്കാം. ഇതൊക്കെ കുട്ടിയുടെ സ്വാഭാവികമായ ചിത്രരചന രീതികളെ ക്ലാസ് മുറിയിൽ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന പ്രവർത്തനമാണ്. അതിലേറ്റവും പ്രധാനം കുട്ടിക്ക് സ്വയം വിലയിരുത്താനുള്ള അവസരവും അവർക്ക് പരസ്പരം വിലയിരുത്താനുള്ള അവസരവും ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ആവർത്തിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പറയുക, നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അത് കമൻറ്റുകളായോ വാട്സപ്പിലോ രേഖപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.